പാർവതി, ഇതെന്താ നാരങ്ങ? ഇതിപ്പോ എവിടുന്ന് വന്നു? അയ്യോ, ഇത് ഞാൻ എന്റെ സാരിത്തുമ്പിൽ കെട്ടിവെച്ചിരുന്നതാ. ഇതിപ്പോ എങ്ങനെ അഴിഞ്ഞ് താഴെ വീണത്? അല്ല, ഈ നാരങ്ങ എന്തിനാ സാരിത്തുമ്പിൽ കെട്ടിവെച്ചത്? ഇത് ഉദയന്നൂരമ്മയുടെ പ്രസാദം. വെള്ളിയാഴ്ച ദിവസം ഒരു നാരങ്ങ ഇതുപോലെ കെട്ടിവെച്ച ഭർത്താവിന് ഐശ്വര്യം വരുമെന്നാ പറയാറ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. രണ്ടാളും എന്താ ഉദ്ദേശത്തോടെ ഇവിടെ വന്നത്? അവരുടെ ലക്ഷ്യം നടക്കാതെ പോയതിന്റെ നിരാശ രണ്ടുപേരുടെ മുഖത്തുണ്ട്. അവരുടെ ലക്ഷ്യമൊക്കെ എനിക്ക് മനസ്സിലായി. അത് നടക്കുകയും ചെയ്തു. സുശീലാപ്പച്ചി സാരിത്തുമ്പിലെ കെട്ടഴിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അവർക്ക് വേണ്ടത് എന്റെ സാരിത്തുമ്പിൽ എന്താണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് അറിയണമായിരുന്നു. അതറിഞ്ഞു, അവര് പോയി. അത്രേ ഉള്ളൂ. അവർക്ക് വേണ്ടത് ചാവി കോർത്ത ആ കൊലുസാണ്. പക്ഷേ അതവര് എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഭദ്രമായിട്ടാ ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഓ, ഞാനിപ്പോഴേ ഓർത്തെ, ഈ ഡോർ അങ്ങ് അടച്ചേക്കാം. ഇല്ലെങ്കിൽ ആ ജാസ്മിന് വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തോന്നും. എന്തിനാടാ വാതില് കുറ്റിയിടുന്നേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ജാസ്മിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ, അവള് നമ്മുടെ ആളല്ലേ. അവള് നമുക്കെതിരെ ഒന്നും ചെയ്യില്ല. ആണ്, അതുകൊണ്ടാണോ നമ്മൾ സംസാരിച്ചത് അവളെ ഒളിഞ്ഞെന്ന് മൊബൈൽ പകർത്തിയത്? എടാ, അവൾ അത് ചെയ്തത് നമുക്കിട്ട് പണിയാനൊന്നും ആയിരിക്കില്ല. അവൾക്ക് വിശാലിനെ വിവാഹം കഴിക്കണം. നമ്മൾ അത് നടത്തി കൊടുക്കണം. അത് നടത്തി കിട്ടാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാ അവൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചത്. എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അവളും വിശാലും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ വൈകിയാൽ ആ വീഡിയോ പുറത്തു വിടുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാ. അതിന് തന്നെ ആയിരിക്കും. ചേച്ചിക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ജാസ്മിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പ്രതാപ ഞാൻ പറയുന്നത്. ഞാനും നീയും അവളും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാ. ഇതിൽ ഒരാള് വിചാരിച്ചാ മതി ആ തോണിയൊന്ന് മുങ്ങാൻ. തോണി മുങ്ങിയാൽ നമ്മൾ 3 പേരും മുങ്ങും. അതവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിരുവിട്ട ഒരു കളിക്കും അവള് തയ്യാറാവില്ല. മാത്രമല്ല, ഈ പ്രഭാവതി ആരാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി, ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പുതിയ പ്രശ്നങ്ങളാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇതിങ്ങനെ തുടർന്ന ഈ സ്വത്തുക്കൾ മുഴുവൻ നേടിയെടുക്കാൻ നമ്മൾ ഇനിയും ഒത്തിരി കാത്തിരിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ ക്ഷമ നശിച്ചു തുടങ്ങി. ആ തള്ളെ കൊന്ന പോലെ അവനെ കൊന്ന് സ്വത്ത് കൈക്കലാക്കിയാലോ? പ്രതാപ, ആ, ഇത്രയും നമ്മൾ ക്ഷമിച്ചില്ലേ? ഇനിയും കുറച്ചുകൂടെ ക്ഷമിച്ചേ മതിയാവും. ഇനിയുള്ള നമ്മുടെ ഓരോ കാൽവയ്പും സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ അഴിയെണ്ണേണ്ടി വരും. നീയും ഞാനും. ശേഖരനെ കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടണമെങ്കിൽ ആദ്യം അവനെ അവസാനിപ്പിക്കണം. നീ അതിനുള്ള മാർഗം കണ്ടെത്ത്.
ഇത് എനിക്ക് കാട്ടിലെ പുറ്റിൽ നിന്ന് കിട്ടിയതാ. ഗായത്രി അമ്മ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിത് ഭദ്രമായി ഇവിടെ സൂക്ഷിക്കുകയാണ്. ഗായത്രി അമ്മ പറഞ്ഞതിനനുസരിച്ച് സമയം വരുമ്പോൾ ഞാനിത് ഉപയോഗിക്കും. ഇതിന്റെ സുരക്ഷ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അമ്മ ഇത് കാത്തു സൂക്ഷിക്കണം. എന്ത് തന്നെ ആയാലും ഇന്ന് വിപിൻ സാറിനോട് എന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം. എത്ര പ്രാവശ്യം ഞാൻ അതിന് ശ്രമിച്ചതാ. അതെങ്ങനെയാ? അപ്പോഴെല്ലാം ആ ജാസ്മിൻ എവിടെന്നെങ്കിലൊക്കെ തടസ്സമായിട്ട് കയറി വരില്ലേ? ദൈവമേ, ഇന്ന് ആ ജാസ്മിനെ പാരയായി ഞങ്ങൾക്കിടയിൽ അവതരിപ്പിക്കില്ലേ? വിപിൻ സാർ ഇത് എവിടെ പോയി? എന്ത് പറ്റി സാറേ? ആവി പിടിക്കുകയാണോ? ജലദോഷമുണ്ടോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ആവി പിടിക്കാനുള്ളതൊക്കെ ഞാൻ തയ്യാറാക്കി തരുമായിരുന്നല്ലോ. കഷ്ടമുണ്ട് കേട്ടോ. പറയാൻ വന്ന കാര്യം എങ്ങനെ പറയും? പറഞ്ഞല്ലേ തീരൂ. പറയാതെ എന്റെ മനസ്സ് വിപിൻ സാർ എങ്ങനെ അറിയും? പറയാം. സാറേ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയട്ടെ? എങ്ങനെയാണ് ഇതൊക്കെ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ പറയാ. എനിക്ക് സാറിനോട് വലിയ ബഹുമാനോ. സാറിന്റെ പെരുമാറ്റം, സ്വഭാവം അതൊക്കെ ഇഷ്ടാ. പിന്നെ സാറിന്റെ സംസാരം അതും ഇഷ്ടാ. പിന്നെ സാറിന്റെ സ്റ്റൈല് അതും ഇഷ്ടാ. ഇനി ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ? പല്ലവി, പല്ലവി, നീ എന്താ ഇവിടെ? എനിക്ക് അബദ്ധം പറ്റിപ്പോയി. നീ എന്തൊക്കെയാ ഇവിടെ എന്ന് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇവള് കൊച്ചുകുട്ടിയെ പോലെ ഇവിടെ നിന്ന് എന്തൊക്കെയോ പൊലമ്പായിരുന്നു. എന്താടി, എന്താ നീ പറയാൻ വന്നത്? ഒന്നുമില്ല. അവൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. അവൾക്ക് വലിയ പക്വതയൊന്നും വന്നിട്ടില്ലല്ലോ പാർവതി. നീ അത് വിട്ടുകളയ. ഇപ്പോഴാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്താ? ഇവളെ അങ്ങനെ വിട്ട പറ്റത്തില്ല. പാർവതി, വെറുതെ പല്ലവിയെ വഴക്ക് പറയണ്ട. ജതിൻ, എന്താ? ദാ നിന്റെ പെങ്ങൾ വിളിക്കുന്നു. പെട്ടെന്ന് സംസാരിക്കണം. ആരെങ്കിലും കണ്ട എന്റെ പണി പോവും. ജാസ്മിൻ, ആ ഏട്ടാ, നീ എന്തിനാ വിളിച്ചത്? ഏട്ടാ,
ഇവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാ. എന്തു പറ്റി? പാർവതി ഇപ്പൊ പഴയ പാർവതിയൊന്നും അല്ല. ആരെന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരുന്ന അവള് ഇപ്പൊ നാവ് ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് ഇവിടെ പുതിയ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നു. അധികാരോ? എന്തധികാരം? അവളിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാ. ചെയർപേഴ്സണോ? ആരാ അവളെ പിടിച്ച് ചെയർപേഴ്സണൊക്കെ ആക്കിയത്? വിശാല്, അല്ലാതാര്? ഏട്ടാ, പാർവതി ഇപ്പൊ സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടില്ല അവളുടെ പെരുമാറ്റമൊക്കെ. ഏട്ടാ, അവളെ ഇങ്ങനെ വളരാൻ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ അവസാനിപ്പിക്കണം. ജാസ്മിൻ ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് റിസ്ക് ആണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഇതിലൂടെ പറയാൻ പറ്റില്ല. എന്തായാലും അവളെ നമ്മളെ വെറുതെ വിടില്ല. എന്നെ ഈ അഴിക്കകത്താക്കി അവളെ എന്ത് റിസ്ക് എടുത്തും ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. അവിടെ ആരും അറിയാതെ നീ എത്രയും പെട്ടെന്ന് ജയിലിലോട്ട് വരണം. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ വെച്ച് പ്ലാൻ ചെയ്യാം. ശരി ഏട്ടാ, ആരെയും അറിയിക്കാതെ ഞാൻ അവിടെ വന്ന് ഏട്ടനെ കണ്ടോളാം. ഓക്കെ, ശരി. എന്നാ ഏട്ടൻ വെച്ചോളൂ. ശരി. ആരോടാ ഇങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നത്? രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി മുറ്റത്ത് നിപ്പുണ്ടല്ലോ. ഇനിയിപ്പോ ചോദ്യം ചെയ്യല് തുടങ്ങും. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു? ആ ജാസ്മിൻ, ഗുഡ് മോർണിംഗ് ആന്റി. വെരി ബാഡ് മോർണിംഗ്. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് എത്ര നേരമായിട്ട് ട്രൈ ചെയ്യുന്നു, ലൈൻ പോകുന്നില്ല. ആണോ? നിന്റെ ഫോണും തന്നെ. രവിയേട്ടന് അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കണം. അയ്യോ ആന്റി, ഞാനൊന്ന് പുറത്തേക്ക് പോവാ പ്ലീസ്, അത്യാവശ്യമുണ്ട്. എടി ഒരു 10 മിനിറ്റ് പെട്ടെന്ന് സംസാരിച്ചിട്ട് തരാം. 10 മിനിറ്റ് പോയിട്ട് 10 സെക്കൻഡ് പോലും എനിക്ക് കളയാനില്ല. അത്രയ്ക്ക് അത്യാവശ്യമോ? എന്തത്യാവശ്യം? ഇത്ര തിടുക്കപ്പെട്ട് നീ എവിടെ പോവാ? അത് ഈ സെൻട്രലോ? എന്ത് സെൻട്രൽ? നമ്മുടെ സെൻട്രൽ പ്ലാസയില് ഷോപ്പിംഗ് കോംപ്ലക്സ്. ആ, അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അത്യാവശ്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോവാ. ഓ, നിന്റെ ഏത് ഫ്രണ്ട്? എന്റെ ഫ്രണ്ട്സിനൊക്കെ ആന്റിക്ക് അറിയോ? ഷടാ, ഇത് നല്ല ബുത്ത്. എങ്കിൽ ഞാനും വരാം, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പോയി മേടിക്കാം. ആളെ വിട്. പിന്നെ സെൻട്രൽ ജയിലിൽ വന്നിട്ട് ഇവർ എന്ത് പർച്ചേസ് ചെയ്യാന്? അപ്പൊ ഓക്കെ, ഞാൻ പോയിട്ട് വരാവേ. ബൈ. എടി കാർ എടുത്തിട്ട് പോ. ഓ വേണ്ട, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. അച്ഛൻ അമ്മയ്ക്ക് സമ്മാനിച്ച കൊലുസാണല്ലോ ഇത്.
ഇതെങ്ങനെ ആ പാമ്പിൻ പുറ്റിൽ വന്നു? എന്താ അമ്മേ ഇതിന്റെയൊക്കെ അർത്ഥം? ഈ കൊലുസാണോ അന്ന് അമ്മ അണിഞ്ഞിരുന്നത്? ഈ കൊലുസാണല്ലോ ആ പാമ്പ് പാർവതിയുടെ മുന്നിൽ കൊണ്ടുവച്ചത്. ആ പാമ്പ് നാഗരാജാവാണെന്ന് പാർവതി പറഞ്ഞപ്പോ അത് ഞാൻ വിശ്വസിച്ചില്ല. ഈ ഫോട്ടോയിലെ കൊലുസും ആ പുറ്റിൽ നിന്ന് ലഭിച്ച കൊലുസും ഒന്ന് തന്നെയാണ്. ഈ കൊലുസ് പാർവതിയുടെ കയ്യിൽ കിട്ടണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നോ? പറയുമേ, ഇപ്പൊ ഞാൻ എല്ലാം വിശ്വസിക്കുന്നു. ഇതിന് പിന്നിലുള്ള രഹസ്യം എന്തായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനുവേണ്ടിയല്ലേ അമ്മ ഈ കൊലുസ് പാർവതിയെ ഏൽപ്പിച്ചത്. അമ്മയുടെ ആഗ്രഹം ഈ മകൻ സാധിച്ചേരും. ഇത് സത്യമാണ്. പാർവതി, പാർവതി, നീ ഈ വീട്ടില് മനഃപൂർവ്വം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? അത് അമ്മേ, ഞാൻ അമ്മയോ? നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ഹാളിൽ വെച്ച് ഞാൻ നിന്നോടൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലിങ്ങനെ തികട്ടി വരുമ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ നിന്നെ കാണാൻ വന്നത്. നീ എന്തിനാടി ഞങ്ങളെ കുറിച്ച് ഇല്ലാതൊക്കെ വിശാലിന്റെ ചെവി പോയി ഓതി കൊടുക്കുന്നേ? പറയടി. ഡീ, നിന്റെ കൊതിയും നുണയും കാരണമല്ലേ അവൻ ചാടിത്തുള്ളി ഞങ്ങളെ വിസ്തരിക്കാൻ വന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് നീ ആരോപിച്ചത്? അതിന് വിശാൽ ഒരുമാതിരി നമ്മളെ കുറ്റവാളികളെ പോലല്ലേ ചോദ്യം ചെയ്തേ? ഇവള് കാരണം. എടാ, അവനെ എങ്ങനെ കുറ്റപ്പെടുത്താനാവും? നമ്മള് ഈ കുടുംബത്തില് അന്തചിത്രം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവനെന്നല്ല, കുടുംബ സ്നേഹിയായ ആർക്കും നമ്മളോട് വിരോധം തോന്നും. നീ എന്തിനാടി ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് ഇളക്കി വിട്ടത്? പറയാം. നീ പറ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ജാസ്മിൻ ആരും കാണാതെ ഫോണിൽ പിടിച്ചെടുത്തു. അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് കണ്ടപ്പോ എനിക്കത് വിശാൽ സാറിനോട് പറയണം തോന്നി. ഞാനത് സാറിനോട് പറഞ്ഞു. ജാസ്മിൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ടാ എനിക്ക് അത് സാറിനെ അറിയിക്കാൻ തോന്നിയത്. ഓ, എന്നിട്ട് എന്തായി? ആ വീഡിയോയിൽ നീ കരുതിയ പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ല. മഞ്ഞ കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. ആദ്യം നീ നിന്റെ മനസ്സിലുള്ള ദുഷിപ്പ് മാറ്റണം. എന്നിട്ട് ഞാനും പ്രതാപനും ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരല്ല എന്ന് നീ മനസ്സിലാക്കണം. അതെ, ഞങ്ങൾക്ക് ഈ കുടുംബത്തോടും ഗായത്രി ചേച്ചിയോടും എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോ നിനക്ക് ബോധ്യമായി കാണുമല്ലോ. ഗായത്രി ദേവിയെ ഞാൻ എന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനത്താ കാണുന്നത്.
വിശാലിനെ എന്റെ സ്വന്തം മോനായിട്ടും. അതിനിടയ്ക്ക് കയറി നീ കുറുക്കനാവാൻ നോക്കരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും നെറികെട്ട പ്രവൃത്തി ഞങ്ങൾക്കെതിരെ നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പാർവതി, പ്രഭാവതിയുടെ തനി സ്വരൂപം നീ കാണും.